കൈകാര്യം ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ താഴ്മയോടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സത്യദീൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, കുറ്റവാസന മുഴുവനും സമൂഹത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. തണ്ടർ കാറ്റ് എന്ന സിനിമ എന്ന ടെലിസീരിയൽ കണ്ട ഒരു ചെറുപ്പക്കാരൻ കുട്ടി തൻ്റെ കൂടെയുള്ള 3 ആളെ കൊന്നു എന്നാ പത്രത്തിലുണ്ടായിരുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ, തണ്ടർ കാറ്റ് എന്ന സീരിയൽ കണ്ട കുട്ടി തൻ്റെ കൂടെയുള്ള 3 കുട്ടികളാണ് കൊന്നു, എന്നിട്ട് കുളത്തേക്ക് ഇട്ട് വന്നു. ആര്? 12 വയസ്സായ ചെറുപ്പക്കാരൻ. ഇങ്ങനെയുള്ള കുട്ടികൾ, ഈ തണ്ടർ കാറ്റ് പോലത്തെ സിനിമകൾ കാണുന്ന ഈ കുട്ടികൾ പറഞ്ഞാൽ മുസ്ലിയരല്ല, സമസ്തന്റെ സെക്രട്ടറി പറഞ്ഞേക്കോ. അവർ പുതിയ ഒരു സമൂഹമാണ്. അവർക്ക് ഒരാളോട് ഉത്തരവാദിത്തമില്ല. വളരെ ചിന്തിക്കണം. ഈ കോഴിക്കോട്ടുകാർക്ക് വേറെ ഒരു സ്വഭാവമുണ്ട്. കോഴിക്കോട്ട് തറാവി നിസ്കാരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോമ്പ് തുറന്നാൽ നേരെ ചെറുപ്പക്കാർ കുട്ടികൾ ഒന്നിച്ചങ്ങോട്ട് പോവാണ് കടപ്പുറത്തേക്ക്. പിന്നെ അത്തായം കഴിക്കും. ഇല്ലേ? എന്താ കോഴിക്കോട്ടുകാരെ? ഇല്ലേ? എന്താ നിങ്ങൾക്ക് പറയാൻ? ഇല്ലേ അല്ല, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല. ഇല്ലേ? വളരെ ഇത് ചിന്തിക്കണം. എന്തൊക്കെ ഈ കുട്ടികൾ കാണുന്നുണ്ട്. ഈ കുട്ടികൾ എന്താവും നാളെ? നമുക്ക് ആ കുട്ടികളെ നമുക്ക് നാളെ ലഭിക്കോ? ഇത് ചിന്തിക്കണ്ടേ നമ്മൾ? ഇത് തമാശയാണെന്നായി പറയുന്നത്. കുട്ടികൾ പന്ത് കളിക്കാൻ പോവുകയാണെന്നാ പറയുന്നത്. പന്ത് കളിക്കാൻ പോകുന്ന കുട്ടി എന്തൊക്കെ കളിക്കാം? എന്താവാം അവൻ്റെ അവസ്ഥ? അവൻ്റെ സമൂഹം മലീമസമല്ലേ? ഇന്റർനെറ്റ് കഫേയിൽ കയറിയിരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ അവസ്ഥ എന്താ? ഈ അടുത്ത ദിവസം ഇന്റർനെറ്റ് കഫേ ഞാൻ പോയി കണ്ടു. ഒരു ഇന്റർനെറ്റ് കഫേൻ്റെ ഒക്കെ അവസ്ഥ എന്താ? കഫേ ഒരു പ്രത്യേകമായ അയാളുടെ സൊസൈറ്റി, അയാളുടെ മാത്രം ഒരു പേഴ്സണൽ വേൾഡാണത്. ഒരു പ്രത്യേകമായ ഒരു പ്രത്യേക ലോകം. ഒരാൾ എന്താ കാണുന്നത്? ആ സ്ക്രീനിൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കല്ലാതെ കാണാൻ കഴിയില്ല. ഇന്റർനെറ്റ് സത്യത്തിൽ വിജ്ഞാന വിസ്ഫോടനങ്ങൾക്ക് വഴി തുറന്നു. പക്ഷെ വിജ്ഞാനമാണോ നമ്മളവിടെ നേടിയത്? നമ്മളവിടെ നേടിയത് തമ്മാടിത്തരത്തിൻ്റെ വസ്ത്രാക്ഷേപമാണ്. ഇത് മുസ്ലിം ഉമ്മത്തിനെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് എല്ലാ നിലവാരത്തിലും. പ്രതികരണശേഷി അറബികൾക്ക് നഷ്ടപ്പെടാൻ കാരണം തുണി ഉരിഞ്ഞ പെണ്ണുങ്ങളുടെ ഇസ്രായേലി ചാനലാണ്. ഇസ്രായേലിന് എതിരെ പ്രാർത്ഥിക്കുമ്പോഴും ഇസ്രായേലിൻ്റെ ചാനൽ പോവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അറബ് മക്കൾ മനസ്സുകൊണ്ട് അവരാണ് ഇന്നത്തെ ആധുനിക സമൂഹത്തിൻ്റെ നാളത്തെ പിതാക്കന്മാർ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അയ്യുഹല്ലദീന ആമനു തുബൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളുക. അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊള്ളുക. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഇത് ചിന്തിക്കുക. ഈ വിഷയം കഴിയുമെങ്കിൽ ആവശ്യമായി വന്നാൽ അടുത്ത വർഷം ഇനിയും പറയാവുന്നതാണ്. വളരെ ഗൗരവമായൊരു ചർച്ചയുടെ വളരെ ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഇത് പറഞ്ഞാൽ തീരാത്ത വിഷയമാണ്. നിങ്ങളൊക്കെ ഗൗരവപൂർവ്വേന ഇത് കണക്കിലെടുക്കുകയും നല്ല പോലെ ചിന്തിക്കണം. ഉമ്മായും ബാപ്പയും മക്കളെ നിയന്ത്രിക്കണം. അതിന് കഴിയാത്ത പല ഗ്രഹാന്തരീക്ഷങ്ങളുമുണ്ട്. മക്കളെ, ബാപ്പ ഗൾഫിലായിരിക്കും, ഉമ്മാക്ക് മക്കളെ നിയന്ത്രിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഉമ്മയുടെ കയ്യിലുള്ള മറ്റെന്തെങ്കിലും വീക്ക്നെസ് മക്കൾക്കറിയുമായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഗൾഫ് നമുക്ക് നേട്ടങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഞാൻ മുഴുവത്ര സർവത്ര എന്നല്ല പറയുന്നത്, എന്നാൽ അങ്ങനെയുള്ള വിഷയങ്ങളും ഒരളവോളമെങ്കിലും കുറച്ചെങ്കിലും സമുദായത്തിൽ ഇങ്ങനെയുള്ള തണ്ടർ കാറ്റുകളെ സൃഷ്ടിക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് ഗൗരവപൂർവ്വേന നാം മനസ്സിലാക്കേണ്ടതാണ്. ഈ നിലവാരം നമ്മൾ ഒരിക്കലും തുടങ്ങാൻ അനുവദിക്കരുത്. മാത്രമല്ല ഒരു ദിവസത്തിൽ മുസ്ലിമീങ്ങളെ ഏറ്റവും പേടിക്കേണ്ട സമയം ബൈനൽ മഗ്രിബി വൽ ഇശാ, ഇശാ മഗ്രിബിന്റെ ഇടയിലാണ്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ഖുറബത്തി ശംസ്. ഏതോ ഉമ്മാമ പറഞ്ഞതല്ല, ഒക്കെ ഉമ്മാമ പറഞ്ഞതായിട്ടാണ് തള്ളി വെച്ചോളൂ. എല്ലാം ഇപ്പോൾ ഉമ്മാമ പറഞ്ഞു എന്നാ പറയുന്നത്, ഏതോ വല്യമ്മ പറഞ്ഞതല്ല. ഹബീബായ നബി പറഞ്ഞു, ഇദാ ഖുറബത്തി ശംസു ഇൻതശറത്തി ശയാത്വീനു ഫിൽ അർള്. ഇദാ ഖുറബത്തി ശംസു ഇൻതശറത്തി ശയാത്വീൻ. സൂര്യ അസ്തമിക്കണോട് കൂടെ ഭൂമിയിലാകെ പിശാചിന്റെ വിളയാട്ടം ഉണ്ടാകും എന്ന് മുഹമ്മദ് മുസ്തഫ. ആ സമയം വളരെ ശ്രദ്ധിക്കണം. ആ സമയം വളരെ ആലോചിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇശാ മഗ്രിബിന്റെ ഇടയിൽ ദീനുമായി മാത്രം ബന്ധപ്പെടണം. നമ്മുടെ വീടുകളിൽ നിന്ന് മലീമസമാണ്. ആ സാഹചര്യങ്ങളിൽ നമ്മൾ രാജിയായി പോരണം. ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള തമ്മാടിത്തരങ്ങൾ അവസാനിപ്പിക്കണം. ഈ അടുത്ത കാലത്ത് മലയാളികളൊക്കെ ഫുട്ബോൾ കളിക്കുന്ന മലയാളികൾ, ഫുട്ബോളൊക്കെ എല്ലാ കാലത്തും കളിച്ചിട്ടുണ്ട്. അതിലൊക്കെ അവിശുദ്ധമായ വഴിയുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞാൽ തീരില്ല അത്. ഇനി സ്പോർട്സിൻ്റെ ചില അവിശുദ്ധതകൾ പറയാനുണ്ട്, ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇന്ന് ഈ അടുത്ത കാലത്തായി നമ്മളിടയിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രവണത ഈ ഫുട്ബോൾ മുഴുവനും ഇശാ മഗ്രിബിന്റെ ഇട എന്നതാണ്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ സംസാരം പോലും നിയന്ത്രിക്കണമെന്ന് ഹബീബായ നബി പറഞ്ഞു.
അൽ അസ്ഖൂതു മൈനൽ മഗ്രിബ് വൽ ഇശാ മിൻ ഫിത്രത്തിൽ അംബിയാ. അംബിയാക്കന്മാരുടെ ശൈലിയാണ് ഇശാ മഗ്രിബിന്റെ ഇടയിൽ മിണ്ടൂല. മിണ്ടാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രമേ ആ സമയത്ത് മിണ്ടുകയുള്ളൂ. അതുകൊണ്ട് സഹോദര സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് മറ്റന്നാളൊരു വിഷയം ഉണ്ടല്ലോ, സൗകര്യപൂർവ്വേന അതിൽ കയറ്റാൻ ഞാൻ ശ്രമിക്കാം. നമ്മുടെ വീടിനെ ഖുർആൻ കൊണ്ടും ദിക്ർ കൊണ്ടും അലങ്കരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഇന്നത്തെ ഈ സാഹചര്യങ്ങൾക്ക് നമുക്ക് പ്രതിവിധി ഉണ്ടാക്കണം. ആരോടുമുള്ള കുറ്റമല്ല, ഇത് സ്വയം ആത്മരോഷം മാത്രമാണ്. നാം നന്നാവേണ്ട, നമ്മുടെ സമൂഹം, നമ്മുടെ സൊസൈറ്റി നന്നായി തീരേണ്ട അനിവാര്യതകൾ സൂചിപ്പിച്ചത് മാത്രമാണ്. മുഅ്മിനീങ്ങളെ, ആ കൂട്ടത്തിൽ ഒരു കാര്യം പ്രധാനമായി ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇപ്പം അടുത്ത കാലത്തായി നമ്മളുടെ ഇടയിൽ ഒരു പ്രവണത വേറെ വന്നിട്ടുണ്ട്. ഈ ശനി ഞായർ ദിവസം ഒരു 2 മണി 9 മണിക്കൊക്കെ റേഡിയോ തുറന്ന് നോക്കിയാൽ നമ്മളെ മലബാറിൽ പുതിയ പ്രവണത കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആവോ? ഈ സ്റ്റേഷനിലൊക്കെ ചില പ്രത്യേക 1, 2, 3 അക്ഷരത്തിൻ്റെ ചില നാമങ്ങളുള്ള ചില ആളുകളുണ്ട്. ആ ആണുങ്ങളുമായി പെണ്ണുങ്ങൾ, മലബാറിലെ മുസ്ലിം പെണ്ണുങ്ങൾ കൊഞ്ചിക്കൊള്ളുക. നിങ്ങൾ കേട്ടു? എന്താ പറയുക? ആലോ ഇഷ്ടഗാനം. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുക, ഒരു പാട്ട് ഒരു അരമണിക്കൂറിലാ പാടുക. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുക, ആരൊക്കെ വീട്ടിലുള്ളത്? ഭർത്താവ് ഗൾഫിലാണെന്നെങ്ങാനും പറഞ്ഞു പോയാൽ പിന്നെ ഒരു 15 മിനിറ്റ് ഏറെ പറയും. അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു രീതിയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഞാൻ നിങ്ങളെ നാട്ടിൽ തന്നെയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ തലയെ കെട്ടിയിട്ട് നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് നിങ്ങളെ തിരിയില്ല. പക്ഷെ നമ്മൾ ഒരു നാട്ടുകാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വിശദീകരിക്കണില്ല. ഈ രീതി വളരെ അപഹാസ്യമാണ്. മക്കൾക്ക് സ്വന്തം ഭാര്യയ്ക്ക് ഫോണിൻ്റെ നമ്പർ നക്കിയിട്ട് കൊടുത്തിട്ട് സ്വന്തം ഭാര്യയുടെ കയ്യിലേക്ക് ഈ ഫോണാണ് കൊടുക്കുക. എന്നിട്ട് വേറൊരുത്തനുമായി ഭാര്യ എങ്ങനെ സല്ലപിക്കുക, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇവനെങ്ങനെ ഇളിച്ചിട്ട് നിൽക്കുക. ഇതിൻ്റെ മൂക്കിൻ്റെ താഴെ ഒരു കറുത്ത സാധനം വെച്ച് നടക്കണോ മനുഷ്യന്മാർ? അങ്ങനെ കുറച്ച് ആളുകളുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ. ഈ മൂക്കിൻ്റെ താഴെ ഈ കറുത്ത സാധനം വെച്ചവരൊക്കെ ആണുങ്ങളാണ്. എന്താ ഈ കാണിക്കുന്നതിനൊക്കെ ഈ വൃത്തികേടിൻ്റെയൊക്കെ അർത്ഥം? അപ്പോൾ അത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എല്ലാ റേഡിയോ സ്റ്റേഷനിലും ഉണ്ട്, അത് കർശനമായി നിയന്ത്രിക്കണം. അൽ മർഅതു കുല്ലുഹാ ഔറ. അതുകൊണ്ടല്ലേ നിസ്കാരത്തിൽ പിഴച്ചാൽ പോലും പെണ്ണ് സുബ്ഹാനല്ലാഹ് എന്നല്ല പറയേണ്ടത്, പെണ്ണ് കൈകൊട്ടുകയാണ് വേണ്ടത് എന്ന് ശറഅ പഠിപ്പിച്ചത്. അൽ മർഅതു കുല്ലുഹാ ഔറ. പെണ്ണിൻ്റെ സംസാരം എല്ലാം, അവൾ മുഴുവനും ഔറത്താണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി മുസ്തഫ നബിന്റെ ഹദീത്ത്, അൽ മർഅതു കുല്ലുഹാ ഔറ. പെണ്ണ് മുഴുവനും ഔറത്താണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ് ചെറുപ്പക്കാരെ, സമയം കഴിഞ്ഞു. നമുക്ക് ബാക്കി നാളെ പറയാം. ഇന്നത് അവസാനിക്കൂല. വലിയ വിഷയ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യം നാളെ പറയേണ്ടതുണ്ട്, ഒരുപാട് വിഷയം പറയേണ്ടതുണ്ട്. കുറേ എല്ലാവരും ഇത് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും. എൻ്റെ വാക്കിൽ ആരെങ്കിലും തോണ്ടാൻ വേണ്ടി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആരും തെറ്റിദ്ധരിക്കരുത്. ഞാനും എൻ്റെ നേതാക്കളും എൻ്റെ അനുയായികളും എൻ്റെ കുട്ടികളും എൻ്റെ ചെറുപ്പക്കാരും എൻ്റെ നാടും എൻ്റെ സമുദായവും ഒക്കെ നന്നാവണം. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഖുർആൻ്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ കുട്ടികളെയൊക്കെ അള്ളാഹു തആല രക്ഷപ്പെടുത്തട്ടെ. എല്ലാ നാശത്തുനിന്നും അള്ളാഹു തആല രക്ഷപ്പെടുത്തട്ടെ.